നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് പ്രതിസന്ധി പരിഹാരമാകുന്നു. 4 പുതിയ ഡയാലിസിസ് മെഷീനുകൾ ആശുപത്രിയിലെത്തിച്ചു. നാളെ ഉത്രാടം, നാട് ഓണത്തിനൊരുങ്ങി. ഗുരുവായൂരിൽ കാഴ്ചക്കുല സമർപ്പണം നാളെ. തൃശൂർ കുന്നംകുളം റോഡിൽ താൽക്കാലിക കുഴിയടക്കൽ നിലച്ചു. തകർന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ച രാജ്യം. നിലവിലെ PBയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാൻ തീരുമാനം. KSRTC ജീവനക്കാർ തിരുവോണ നാളിൽ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഗുരുവായൂർ നഗരസഭയിലെ 43 വാർഡുകൾ 46 വർദ്ധിപ്പിച്ചു. കൂടുതൽ പ്രാദേശിക ഭരണ പങ്കാളിത്തത്തിന് കളമൊരുക്കാനാണ് വാർഡ് വിഭജനം നടത്തുന്നത്. കയ്പമംഗലം വഴിയമ്പലം ദേശീയപാതയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ചരക്ക് ലോറിയിൽ കാറും മറ്റൊരു ജീപ്പും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ കാർ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ചിയാരം സൌത്ത് ഡിവിഷനിലെ പകൽ വീട്ടിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൌൺസിലർ ലിംന മനോജ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷൻ നൽകാൻ വൈകിയെന്നാരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ സഹകരണ ബാങ്കിന്റെ മുൻപിൽ സമരം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു സമരം ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണവിപണന മേള തുടങ്ങി. മേളയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്നൊരുക്കിയ വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു. തൃശൂരിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ നാഗേന്ദ്ര ഫിലിം സൊസൈറ്റിയാണ് ഈ ദൃശ്യാവിഷ്കാരത്തിന് പിന്നിൽ. കടങ്ങോട് കിഴക്കുമുറിയിലെ തൊഴിലിടത്തിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. കിഴക്കൂട്ട് സജിയുടെ വീട്ടിൽ തരിശു ഭൂമിയിൽ കൃഷി പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് SDPI മണലൂർ മണ്ഡലം കമ്മിറ്റി പൂവത്തൂരിൽ ജനകീയ വിചാരണ സദസ്സ് നടത്തി. SDPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മജീദ് പുത്തഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര പഞ്ചായത്ത് മുൻ അംഗം പുലാക്കോട് സ്വദേശി C ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. തൃശൂർ DCC അംഗവും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാണ്. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി. ഗുരുപദം ആചാര്യൻ, കാരുമാത്ര വിജയൻ, തന്ത്രികൾ ശാന്തിമാരായ ഗിരീഷ്, വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൌൺസിലർ ഓണക്കോടി നൽകി. 27ാം വാർഡ് കൌൺസിലർ VK സുജിത്താണ് 15 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി നൽകിയത്. ഗുരുവായൂർ തിരുവെങ്കിടം NSS കരയോഗം 200ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി. കരയോഗ മന്ദിരത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. തെരുവിന്റെ മക്കൾക്കൊപ്പം ഓണം ആഘോഷിച്ച് ഹോമിയോ ഡോക്ടർ ജോജോ K ജോസഫ്. അവിവാഹിതനായ ഡോക്ടർ ജോജോ K ജോസഫ് വർഷങ്ങളായി തെരുവിൽ അലയുന്നവർക്ക് ദിവസവും ഭക്ഷണവും വസ്ത്രവും നൽകുന്നുണ്ട്. താന്യം പഞ്ചായത്ത് 5ാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എന്റെ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. രാജവാഴ്ചയുടെ സ്മരണകൾ ഉണർത്തി എടതിരുത്തിയിൽ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഉത്രാടക്കിഴി സമർപ്പിക്കൽ ചടങ്ങ് നടന്നു. ചാഴൂർ കോവിലകം സരസ്വതി തമ്പുരാട്ടി, വടക്കേമഠം മനോരമ തമ്പുരാട്ടി എന്നിവർക്കാണ് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ MX ഫിലോമിന, A സുനിത തുടങ്ങിയവർ നേരിട്ടെത്തി ഉത്രാടക്കിഴി നൽകിയത്. സ്വർണ്ണവിലയിൽ വൻ വർധനവ്. പവന് 960 രൂപ വർദ്ധിച്ച് 54,600 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 120 രൂപ കൂടി 6,825 രൂപയായി. കർഷക കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒല്ലൂർ സെന്ററിൽ സായാഹ്ന ധർണ നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. കാപ്പ നിയമം ലംഘിച്ച പ്രതി മണ്ണുത്തി പോലീസിന്റെ പിടിയിൽ. 6 മാസത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി കൊഴിക്കുള്ളി കോലങ്ങത്ത് വീട്ടിൽ സത്യജിത്താണ് പിടിയിലായത്. ഗുരുവായൂർ തിരുവെങ്കിടത്ത് 2 സ്ത്രീകളുടെ മാല കവർന്നു.
ക്ഷേത്ര ദർശനത്തിനെത്തിയ കൊല്ലം സ്വദേശിനി രത്നമ്മയുടെ 3.5 പവന്റെ മാലയും തിരുവെങ്കിടം സ്വദേശിനി ഉഷയുടെ 2 പവൻ മാലയുടെ ഒരു ഭാഗവുമാണ് കവർന്നത്. വെങ്കിടം പഞ്ചായത്തിൽ ഓണാഘോഷം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഓണാഘോഷം പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് ഉദ്ഘാടനം ചെയ്തു. തൊയക്കാവ് കാളിമാക്കൽ കടവിൽ നാലോണ നാളിൽ തീരം ജലോത്സവം സംഘടിപ്പിക്കും. തീരം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള തീരം ജലോത്സവത്തിൽ ബി ഗ്രേഡ് വള്ളങ്ങളാണ് വാശിയോടെ മാറ്റുരയ്ക്കുക. പീച്ചി ഡാം മാനേജ്മെന്റിന്റെ ഗുരുതര വീഴ്ച മൂലം വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരോടും വിശദീകരണം തേടി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിശദീകരണം തേടിയത്. ചേറ്റുവയിൽ പണി പൂർത്തീകരിച്ച 12 പേര് തുഴയുന്ന സി ഗ്രേഡ് ചുരുളൻ ഓടിവെള്ളം ചേറ്റുവ പുഴയിൽ നീരണിഞ്ഞു. പറവൂർ കെടാമംഗലം സ്വദേശി പ്രജി കെടാമംഗലം, എടവനക്കാട് സ്വദേശി സിനു എന്നിവർ ചേർന്ന് 30 ദിവസം എടുത്താണ് ചുരുളൻ ഓടിവെള്ളം പണി പൂർത്തീകരിച്ചത്. വരുമാനത്തിൽ സംസ്ഥാനത്ത് 4ാം സ്ഥാനവുമായി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ. 164,78,81,510 രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ വരുമാനം. ശ്രീ ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം കലാകേന്ദ്ര ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പൂക്കളം തീർത്തും ഓണസദ്യ നടത്തിയും അന്തിക്കാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.